ഗായ്സ്, വെൽക്കം ടു ഈസ്റ്ററിക് ഡയറീസ്. അപ്പോൾ ഇതൊരു ചർച്ച് വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഈ ചർച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകാം കേട്ടോ. വാ. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ചർച്ച്. ഇത് സെൻറ്റ് റാഫേൽ ചർച്ച് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നേരെ ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറുന്നില്ല, നമുക്ക് സൈഡ്സൊക്കെ നോക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ട്രീ കണ്ടോ നിങ്ങൾ? നല്ല രസമില്ലേ? കണ്ടോ, ഇവിടെ ഇങ്ങനെ പുല്ലൊക്കെ വെച്ചിട്ട് ഓരോ ഇതൊക്കെ വെച്ചെടുത്തേക്കാണ്. കണ്ടോ, ഇവിടെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ ഈ മഞ്ഞ കളറ് ഫ്ലവർ ഉണ്ടല്ലോ, അതാണ്. ഇതിൻ്റെ പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. എനിക്കറിയില്ല കേട്ടോ. അവിടെ ഒരു കുഴി കുഴിച്ചേക്കാണ്, അതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, അതുകൊണ്ട് സൂം ചെയ്തിട്ടൊക്കെയാണ് എടുക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു വലിയൊരു ചെടിയുണ്ട്. ഇവിടെ നല്ല വെയിലാണ്. വെയിലത്ത് വ്ളോഗ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക്കാണ്. എങ്കിലും ഞാൻ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നല്ലൊരു ഏരിയ ആയതുകൊണ്ട് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തതാണ്. കണ്ടോ, ഇവിടെ ഓൾ അറൗണ്ട് ചുറ്റിക്കഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് സംഭവം. പിന്നെ രണ്ടാമത്തെ ഇവിടെയാണ് കേട്ടോ. ഇവിടെ ശില്പങ്ങളൊന്നും ഇവിടെ അങ്ങനെ കൊടുത്തിട്ടില്ല. കണ്ടോ, ഇവിടെ ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഈ ഫ്ലവർ ഒരു പിങ്ക് കളറ്, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഇവിടെ ഇങ്ങനെ ചുറ്റും വെച്ചേക്കാണ്. യെസ്, അപ്പോൾ ഇതേ നമുക്ക് സൈഡ്സൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം. ഉണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. കണ്ടു, ഇവിടെ ഒരു നെറ്റ് പോലത്തെ സംഭവമൊക്കെ കൊടുത്തിട്ട് ഇവിടെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഫ്ലവർ അല്ല, പ്ലാന്റ്സ്. ഇത് മറ്റേ മുള്ള് ചെടിയാണ് കേട്ടോ. മുള്ളിൻ്റെ ഒരു സംഭവമാണ്. തൊട്ടാൽ കൈ മുറിയും. ഇവിടെ ഒരു മാലാഖയാണ് നിൽക്കുന്നത്. ഗൈസ്, ഇതിനകത്ത് അധികമൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിനകത്ത് വെള്ളമാണ്, കടച്ചെന്നെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ മാലാഖ. ഗൈസ്, പിന്നെ ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. ജൂബിലി വർഷത്തിൽ 2025 ഞാൻ പ്രത്യാശയുടെ നക്ഷത്രമാണ്. ഐ ആം ദ സ്റ്റാർ ഓഫ് ഹോപ്പ്. പ്രത്യേകിച്ച് നമ്മെ നിരാശരാക്കുന്നില്ല. റോമ 5:5. എനിക്കൊന്നറിയില്ല. ഇതിനകത്ത് ഫോട്ടോക്ക് ഒരു ഗിബ്ലി എഫക്റ്റിൽ കൊടുത്തേക്കാണ്. ഒരു പോസ്റ്റർ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ ചർച്ചിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതാണ് കാണാൻ കഴിയുന്നത് കേട്ടോ. നമുക്കിനി ഒന്ന് സൂം ചെയ്ത് നോക്കാം. കണ്ടു, ഇവിടെ ഒരു ഇൻട്രി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പള്ളിയിലച്ഛൻ ഇരിക്കുന്ന സൈറ്റ്. പിന്നെ ഇവിടെ ലൈറ്റ്സ്, നമ്മൾ പ്രാർത്ഥിക്കാനുള്ളതൊക്കെ ഇല്ലേ, അതൊക്കെ. പിന്നെ ഇവിടെ ചെയർ ഇട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പള്ളിയുടെ ഒരു ലുക്ക് വന്നിട്ട്. പുറത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാണാനായിട്ട്. ഇവിടെ ലൈറ്റ്സും ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഓണാക്കിയിട്ടില്ല. ഓക്കെ, അപ്പം ഇതാണ് അടുത്തത് ഗൈസ്. പിന്നെ ഇവിടെ ഒരു വാഷ് കൗണ്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുടിവെള്ളം ഉണ്ടാവും. പിന്നെ ഇവിടെ മറ്റേ യേശുവിൻ്റെ ഫോട്ടോ ഇങ്ങനെ പ്രതിമ, സ്റ്റാച്ചു ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മരത്തിൻ്റെ നീളമാണ്. എന്തിൻ്റെ ഇലയാണ്, എന്തിൻ്റെ ഇതാണെന്ന് എനിക്കറിയില്ല. ഒരു മുള്ളു പോലത്തെ ഒരു സംഭവമാണ്. അറിയാവുന്നവർ കമൻസിൽ പറയാം. പിന്നെ ഇതാണ് നമ്മൾ മറ്റേ ഇൻട്രോ എടുത്ത ഒരു സ്ഥലം. ആ ഒരു പൂവിൻ്റെ അവിടെ കാണുന്നുണ്ടോ?
ദേ ഇത് ഇവിടെയായിരുന്നു നമ്മൾ ഇൻട്രോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് പള്ളിയുടെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞത്. ഇവിടെ വിൻഡോ ഒക്കെ തുറന്നിട്ടേക്കാണ്. പിന്നെ അതാ ഇവിടെ ഗ്രാസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയൊരു സംഭവം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട്. ഒരു ബെല്ലാണ് കേട്ടോ മുകളിൽ. കണ്ടോ, അവിടെ ഒളിഞ്ഞു നിൽക്കുന്നൊരു ബെല്ല് നിങ്ങൾ കണ്ടോ? അതാണ് ആ സംഭവം. പിന്നെ തെങ്ങ് അതൊക്കെ കണ്ടോ. ഇവിടെ നിറയെ പുല്ലുകളൊക്കെ ഉണ്ട്. പിന്നെ കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു ലുക്ക്. സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ട്. ഓക്കെ, ഈ കെട്ടിയേക്കുന്ന സൈഡെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഇവിടെ പുല്ലാണ് കേട്ടോ ഉള്ളത്. ഇങ്ങനെ വളർത്തിയിട്ടുണ്ട്. പിന്നെ ഇത് പനിക്കൂർക്കയാണെന്ന് തോന്നുന്നു. പനിക്കൂർക്ക ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. എന്തായാലും അതിൻ്റെ ഒരു കൂമ്പാരം തന്നെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ കാണിച്ചല്ലോ ആ സംഭവങ്ങളെ എന്ന് പറഞ്ഞാൽ കാറ്റുമുണ്ട് വെയിലുമുണ്ട്. അതുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്. എങ്കിലും എങ്ങനെയൊക്കെയോ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിന്നെ വീടുകളൊക്കെയാണുള്ളത്. പുറകിൽ നിങ്ങൾ കണ്ടില്ലേ, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. 2 വീടുകൾ, തൊട്ടടുത്തൊരെണ്ണം അതിൻ്റെ ഒരെണ്ണം. പിന്നെ ഇവിടെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ വ്ളോഗ് എടുക്കുന്നത് കാണാനുണ്ട് ആൾക്കാർ. പറഞ്ഞത് VNA ഹാള്. ഇവിടെ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു സ്നേക്ക് പ്ലാന്റ് കണ്ടോ. പിന്നെ ഇവിടെയൊക്കെ ഏണികളും അങ്ങനത്തെ. ഇവിടെ നിന്നും പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറുന്നില്ല, ആൾക്കാരുണ്ട്. ഇവിടെ ഉണ്ടോ മരമൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും എനിക്കൊരു വലിയ പള്ളിയായിട്ടാണ് തോന്നിയത് കേട്ടോ. ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ അടച്ചു കൂട്ടിയിട്ടേക്കാണ്. നമുക്ക് അവിടെ കയറാൻ പറ്റില്ല. പിന്നെന്താ, ഇവിടെ ടോയ്ലറ്റാണ്. അത് ഞാൻ അധികം കാണിക്കുന്നില്ല. ഇത് സെൻറ്റ് റാഫേൽ ചർച്ച്. അതാണ് കേട്ടോ. നമ്മളിവിടെ ഒരു കല്യാണത്തിന് വന്നതാണ്. അപ്പോൾ ചർച്ചിലൊന്ന് കയറിയേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ കയറിയതാണ്. അപ്പോൾ നല്ലൊരു ചർച്ചായിട്ട് തോന്നി. അപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാം അങ്ങനെ പറഞ്ഞെടുത്താണ്. ഈ ചർച്ച് മുഴുവനായിട്ട് എല്ലാം കൂടി എനിക്ക് എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ കാണിക്കാൻ പറ്റും. ഒന്നാമത്തെ വെയിലുമാണ്. അതുകൊണ്ട് എനിക്ക് വ്ളോഗ് എടുക്കാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് പറ്റണ പോലെ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊക്കെ ഞാൻ മുന്നേ കാണിച്ചാണ്. ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഇൻട്രോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, ഇവിടെ ഒരു പൂവുണ്ടായിരുന്നില്ലേ, ഞാനത് ശ്രദ്ധിച്ചില്ല. തീയിരിക്കണം, ഒരു പർപ്പിൾ കളർ പൂവ്. പിന്നെ ഇവിടെ മറ്റൊരു ചെടിയുണ്ട്. നമ്മൾ മാല ഉണ്ടാക്കുന്ന ടൈപ്പ് ആ ഒരു ചെടിയാണോ എനിക്ക് സംശയം. കപ്പച്ചെടി. ഇത് എന്ത് ചെടിയാണെന്ന് എനിക്കറിയത്തില്ല. പല ചെടികളുടെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ നല്ല സൂര്യൻ ഉദിച്ചിരിക്കുകയാണ് ഗൈസ്. ക്യാമറയൊക്കെ ഹീറ്റ് ആവുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. പിന്നെ ജനലിൽ കൂടെ നോക്കി ഒരാൾ നിങ്ങൾ കണ്ടു. അത് ലൈറ്റ് കത്തിക്കുന്നതെന്ന് തോന്നുന്നു എനിക്ക്. ഒരു സ്റ്റാച്ചു അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടു ഒരു ഗാർഡൻ സെറ്റപ്പ് പോലെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറുമ്പോൾ ലൈറ്റ്സാണ്. ഇവിടെ വിൻഡോസാണ്. കണ്ടു, ഇവിടെ കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഈ തേങ്ങയുടെ മറ്റേ ഹസ്ക് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കൂടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. അല്ല, പിന്നെ ദേവാലയത്തിൽ പരിപൂർണ നിശബ്ദത പാലിക്കുക. ഇതിനകത്തെന്താണ്, വെള്ളമാണ് ഗൈസ്. പഠിച്ചാലിരിക്കട്ടെ. ഇതാണ് നമ്മുടെ പള്ളിയുടെ ഓവറോൾ ലുക്കെന്ന് പറയുമ്പോൾ. ഇവിടെ കുറേ സ്റ്റോൺസും അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്.
പിന്നെ ഇനി നമുക്കൊരു 4 സബ്സ്ക്രൈബേഴ്സ് മതി നമ്മൾ 20 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട്. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കുറേ ലോങ് വീഡിയോസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതെന്തായാലും ഇടുന്നതായിരിക്കും. ഇന്നായിട്ട് ഞാൻ 2 ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെപ്പോഴായിട്ട് വരാമെന്ന് എനിക്ക് തന്നെ അറിയില്ല, എൻ്റെ മഴയുടെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിരിക്കും. പിന്നെ ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടായിരുന്നു, ജെമിനി ഡിസൈഡ്സ് വാട്ട് വി ഡു ഫോർ മൺഡേ എന്ന് പറഞ്ഞിട്ട്. അത് ഏകദേശം 2 ആഴ്ചയ്ക്ക് മുന്നേ എടുത്ത് വെച്ചിരുന്നതാണ്. എൻ്റെ മടി കാരണം ഞാനെല്ലാം എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇന്നായി. 2 ആഴ്ചയോളം എടുത്തു. പ്രത്യേകിച്ച് കാര്യമായിട്ട് അങ്ങനെ വലിയ ഇതായിട്ട് എഡിറ്റ് ചെയ്യണമെന്നില്ല, ചെറുതായിട്ടൊന്ന് മ്യൂസിക് ഇടണം. അതേപോലെ ഒരു മൂവി എഫക്റ്റിലൊക്കെ നമ്മൾ എടുക്കൂലേ, മൈക്രോ മൂവി എഫക്റ്റിലൊക്കെ ഇങ്ങനെ എടുത്തിട്ട് എല്ലാ ക്ലിപ്പും കൂടെ ജോയിൻ ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ പുല്ലൊക്കെ ഉണ്ട്. അപ്പം കാണിച്ചത് തന്നെ വീണ്ടും കാണിക്കാനുള്ളൂ. ഇത്രയുമാണ് നമ്മുടെ പള്ളി ഗൈസ്. പിന്നെ ഇവിടെ VNI ഹാൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, ഞാനത് കാണിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇതൊന്നും മറക്കണ്ട. അപ്പോൾ ബൈ.